ഒരു സ്ട്രെസ്സും പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് തീർക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഫസ്റ്റ് ടിക്ടോക്ക്. ഇവൻ ഇങ്ങനെ ഭയങ്കര പേടിപ്പിക്കും. ഇപ്പൊ സൈക്കിളിലൊക്കെ പോകുമ്പോ നമ്മളിപ്പോ പിന്നിലിരിക്കുകയാണ്, എണീച്ചിരുന്ന് കയറ്റത്തിലൊക്കെ ചവിട്ടുമ്പോ നമ്മൾ ഇങ്ങനെ പോവല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശബ്ദമുണ്ടാക്കും. അത് കേൾക്കുമ്പോ അവനൊരു സന്തോഷം. ഇവള് ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? അപ്പൊ ഞാൻ ഇങ്ങനെ തല്ലാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് എന്നെ നിലവിളിച്ച് തല്ലിന്നാക്കും. ഈ അപ്പൂട്ടന്റെ എല്ലാ സീക്രട്ട് ഒക്കെ അറിയോ? എല്ലാം അറിയാം. അന്ന് ഗേൾ ഫ്രണ്ട് ആരാ? നിങ്ങൾ ഇപ്പൊ എത്ര ഡിഫറൻസ് ഉണ്ട് ബ്രദറും സിസ്റ്ററും തമ്മില്? എത്ര തോന്നും? 5, 5. ആരാ യങ്ങറ്? ഇല്ലില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പേര് ചോദിച്ചായിരുന്നു. ചേച്ചിയാണല്ലേ? ഒന്നുമില്ലല്ലോ. എനിക്ക് ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ല. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പണ്ട് പോലെ ഇവള് കല്യാണം കഴിച്ച് പോകാന്നുള്ള ആലോചിക്കുമ്പോ എനിക്കൊരു സങ്കടം. നിങ്ങൾ വിശ്വസിക്കാൻ ലിറ്ററലി ഒരു 15 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് അവൻ കരഞ്ഞു. അത് ഇമാജിൻ ചെയ്തിട്ട് പെട്ടെന്ന് വേറെ ആരെങ്കിലും ഒരാളെ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നല്ല അടിപൊളി 2 ആൾക്കാരാണ്. ഇവര് ബ്രദർ സിസ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എന്താ പറയാ, ഇൻസ്റ്റയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോംബോ അല്ലെങ്കിൽ ഇവരുടെ കോംബോ ഡാൻസസ് ഒക്കെ കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? യെസ്, അവരെ തന്നെയാണ് ഞാൻ ഇന്ന് കെന്ന ഷോയിൽ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ഇവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ട അക്ഷയ ആൻഡ് അഭിഷേക്. നമസ്കാരം. ഫുൾ നെയിം പറയുന്നില്ല, ഉദയകുമാർ പഠിച്ച്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രദർ സിസ്റ്റർ ആട്ടോ. എന്താ പറയാ, ഇൻസ്റ്റയിൽ ആദ്യം ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പേരായിരിക്കും എന്നാണ് പണ്ട് ഞാൻ വിചാരിച്ചത്. അങ്ങനെ തന്നെയാണോ എല്ലാരും വിചാരിക്കും? ഇപ്പൊ പിന്നില് ഉദയകുമാർ എന്നുള്ളത് കൊണ്ട് ചിലർ വിചാരിക്കും പുള്ളിക്കാരന്റെ പേരാണ് എനിക്ക്. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നിങ്ങൾ ബ്രദർ സിസ്റ്റർ ഒക്കെ ആണെന്ന് പറഞ്ഞത്. ഫസ്റ്റ്ലി എനിക്ക് ഇപ്പൊ നിങ്ങൾ ഭയങ്കര എന്താ പറയാ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഓരോന്നൊക്കെ നേടിയെടുത്ത ഒരു സ്റ്റേജിലാണ് അല്ലെ? നിങ്ങളുടെ നെയിം തന്നെ ഇപ്പൊ അഭിഷേകിന്റെ ആയാലും അക്ഷയുടെ തന്നെ നെയിം തന്നെ ഭയങ്കര ലേബലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നും അല്ല. നമുക്കറിയാം, ചുമ്മാ ഒരു ഇൻസ്റ്റയില് റീൽ ഇടുക അല്ലെങ്കിൽ വ്യൂസ് കയറുന്ന പോലെയല്ല. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ? അല്ല, സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി അക്ഷയ തന്നെയാണ്, കുക്കു തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. റീൽസും കാര്യങ്ങളും നല്ല പണ്ട് ഈ ടിക്ടോക്ക് സമയത്ത് കുറച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കളിയാക്കും ആ സമയത്ത്. പിന്നെ ഒരു പോയിന്റില് റിയലൈസ് ചെയ്യുമല്ലോ, നമ്മളിപ്പോ നമ്മുടെ ലൈക് ടാലന്റ് എക്സ്പോസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമ്മളായിട്ട് കണ്ടുപിടിക്കണം. ആരും എടുത്ത് തരില്ല എന്ന് മനസ്സിലായപ്പോ അതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്ന് കുറച്ചൊന്ന് ആലോചിച്ച് വർക്ക്ഔട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഈ കുക്കുന്ന് ഞാനും വിളിക്കാം. അതെ, റീലിലൊക്കെ ഞാൻ അക്ഷയ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കുക്കു എങ്ങനെ ടിക്ടോക്കിലേക്കൊക്കെ എങ്ങനെയാണ്? എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഭയങ്കര കളിയാക്കല്, നമ്മളെ ഇങ്ങനെ ഫിൽട്ടർ ഇട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അതീപര നാണക്കേടില്ലാത്ത പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എങ്ങനെയായിരുന്നു അതിലേക്ക് വന്ന ആ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാ വന്നത്? ഞാൻ ആക്ച്വലി കോയമ്പത്തൂര് BSc ബോട്ടണി പഠിക്കാൻ വേണ്ടി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റില്ല ഈ പരിപാടിന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രെസ്സും പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് തീർക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഫസ്റ്റ് ടിക്ടോക്ക്. അപ്പൊ അവിടെ ഇങ്ങനെ ജനറലി ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെ നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെയൊക്കെ. അപ്പൊ കൊറോണ ആയപ്പോ ഞാൻ വീട്ടിലെത്തി. അപ്പൊ ആ സമയത്ത് തന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഇവിടെ നിന്ന് പോണം, ആ ഒരു മൂഡിലായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞു മര്യാദയ്ക്ക് പഠിച്ചിട്ട് വന്നാൽ മതിയെന്ന്. പിന്നെ കൊറോണ ആയപ്പോ അവിടെ എത്തിയപ്പോ ഞാനിതുപോലെ റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഏട്ടൻ വന്നു, ലിപ്സിങ് ചെയ്ത് നമ്മളൊരു പരിപാടി ചെയ്തു. ആ കോംബോ ആക്ച്വലി വർക്ക് ആയി ആൾക്കാർക്ക്. കൊളവാക്കാൻ വേണ്ടി ഞാൻ ഇടയിൽ കയറിയതാ ഒരു വീഡിയോന്റെ ഇടയില്. അതങ്ങ് കയറി കുഴപ്പമില്ലാണ്ട് അങ്ങ് കത്തി. പിന്നെ ഞാൻ ആലോചിച്ചു എന്തോ പരിപാടി കൊള്ളാം. അപ്പൊ അങ്ങനെ ആ കോംബോ വർക്ക്ഔട്ട് ആയിന്ന് മനസ്സിലായപ്പോ
എല്ലാവരും ചെയ്യുന്നതല്ലാണ്ട് ബിക്കോസ് സിനിമ പണ്ട് തൊട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ആ ഒരു സമയത്ത് ലൈക്ക് നമ്മള് എന്ത് ചെയ്താ എങ്ങനെ എന്തെങ്കിലും കുറച്ച് എഫേർട്ട് ഇടണം, നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് വൃത്തിക്ക് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ തുടങ്ങിയത്. നമ്മൾ ആദ്യം ആദ്യം നമ്മൾ ചുമ്മാ ലിപ് സിങ് ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ എനിക്കൊന്നും അലയലേക്കായിരുന്നു ആദ്യമായിട്ട്. ലൈക്ക് എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് വന്നപ്പോ ഈ വീട്ടിന്റെ ഉള്ളിൽ ഒരു പരിപാടി ആയിരുന്നല്ലോ ഇങ്ങനെ. സോ അതല്ലാണ്ട് എന്തെങ്കിലും ഔട്ട്ഡോർ പരിപാടി പിടിച്ച് ലൈക്ക് പ്രോപ്പർ ആയിട്ട് സിനിമാറ്റിക് വിഷ്വൽസ് കൊടുക്കാം എന്ന് ആലോചിച്ചൊരു ഇനീഷ്യലി കുറച്ച് പരിപാടി തുടങ്ങി. പിന്നെ അതങ്ങ് ഈ റീക്രിയേഷൻ പരിപാടി എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ പറഞ്ഞ ബോയ് ഫ്രണ്ടിലത്തെ ആ സോങ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റിലെ എല്ലാവരിലേക്കും. അത് കോസ്റ്റ്യൂം ആയിക്കോട്ടെ, നിങ്ങൾ ചൂസ് ചെയ്ത ലൊക്കേഷൻ ആയിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആയിരുന്നു. അത് നമ്മുടെ വീടിന്റെ തൊട്ടായിരുന്നു. ഇത്ര നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ള വീടുകൾ. അതല്ല, എനിക്കിത് ചോദിക്കണം എന്ന് തോന്നിയത്, ഇപ്പം ചിലവർ പറയണ കേട്ടിട്ടുണ്ട് റീൽസ് ഒക്കെ വന്നപ്പോൾ ബ്രദറും സിസ്റ്റർ അല്ലെങ്കിൽ ഞാൻ അനീത്തയായിട്ട് കൂടുതൽ അടുത്തത് അല്ലെങ്കിൽ കുറച്ചും കൊണ്ട് ബോണ്ടിങ് ഒക്കെ വന്നത് ഞങ്ങൾ ഒരുമിച്ച് റീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? റീലിന് മുന്നേ ഇത്രയും ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സീക്രട്ടുകളും പറയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ബ്രദർ? ആയിരുന്നു, പക്ഷെ ഐ തിങ്ക് കൊറോണ കുറച്ചുകൂടെ ബെറ്റർ ആക്കി. കാരണം നമ്മള് പേഴ്സണലി നമ്മള് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ബട്ട് ഇങ്ങനെ ഒരു സ്പേസ് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. പിന്നെ വർക്കിന്റെ കാര്യവും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സിബ്ലിംഗ് കിട്ടുക എന്നുള്ളത് ഒരു പരിപാടി അടിപൊളിയാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് കൊറോണ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പോയിന്റിൽ ലാസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണം എന്നുള്ള സ്ഥിതിക്ക് ആയപ്പോ കുറച്ചൊക്കെ ഒരു സങ്കടമൊക്കെ വന്നു. എങ്ങനെ അഭിഷേകിന് എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതൽ രണ്ടുപേരും ഒരുമിച്ച് ഒരേ വീട്ടിലല്ലേ. എന്റെ അറിവ് രണ്ടുപേരും കൈൻഡ് ഓഫ് ഒരേ വൈബാണ്. ഞാനും അവളും എപ്പോഴും ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്താലും അവള് പണ്ട് മുതൽ ചെറുപ്പത്തിൽ ഇങ്ങനെ സംഭവം ഒരു കോമഡി പറഞ്ഞു. ഇപ്പൊ ഇനീഷ്യലി കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി അല്ല, താഴെ കമന്റിൽ ഇടും. കോമഡി അല്ല, കോമഡി അല്ല, ലൈക്ക് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവളുടെ പണ്ടത്തെ മറ്റേ ഈ റോൾ മോഡൽ എന്നുള്ളൊരു പെർസ്പെക്ടീവ്, ഞാൻ എന്ത് ചെയ്താലും അപ്പോട്ടൻ ചെയ്താൽ ശരി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഒരു കവർ എടുത്ത് താഴെ ഇടാം, ഞാൻ ചിലപ്പോ ഇടാം അപ്പോട്ടൻ ഇട്ടു, അപ്പൊ അത് കുഴപ്പമില്ല, അന്ന് ഞാനും ഇടാം. അതൊരു ബുദ്ധി ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതാണ് മനസ്സിലായത്. അല്ല സംഭവം അത്രയും ഫോളോ ചെയ്യുന്ന കുട്ടിയല്ലേ ചേട്ടൻ ആ സമയത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ സമയത്ത് GTA Vice City അല്ലേ, റോഡ് റാഷ് ഒക്കെ കളിക്കുമ്പോ എനിക്ക് ആ സമയത്ത് കളിക്കാനൊന്നും അറിയില്ല. പിന്നെ അവൻ കൺട്രോൾ ഷിഫ്റ്റ് അമത്ത്, ഞാൻ അതിന് വേണ്ടി ഇരിക്കും. കൺട്രോളും മറ്റേ ബാക്കിയുള്ള പരിപാടീസ് അല്ലേ, വെടിവെക്കുന്ന പരിപാടീസ്, അതൊക്കെ ഈ ചവിട്ടുന്ന പരിപാടിയൊക്കെ ഞാൻ ചെയ്യണം. അപ്പൊ ഇവൻ പറയും, അപ്പൊ ഞാൻ ലൈക്ക് അപ്പോട്ടും ചെയ്യിക്കണം. അതാണ് എന്റെ ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ഷിഫ്റ്റ് പറ, കൺട്രോൾ പറ, ജയിച്ചാ പക്ഷെ എന്താട്ടെ ജയിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു മോഡാ. പിന്നെ അപ്പോട്ട് ചെയ്യുന്നൊക്കെ ശരിയായിരുന്നു എനിക്ക് ആ സമയത്ത്. പ്ലാസ്റ്റിക് എടുത്ത് താഴെ ഇടുകയാണെങ്കിലും ഇപ്പൊ അല്ല ഇപ്പൊ എനിക്ക് വന്നല്ലോ. ഇപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങി, ലോകപരിചയം വെച്ചു. ഈ അപ്പൂട്ടന്റെ എല്ലാ സീക്രട്ടൊക്കെ അറിയോ? എല്ലാം അറിയാം. അന്ന് ഗേൾഫ്രണ്ട് ആരാ അറിയോന്ന് ചെക്ക് ചെയ്യട്ടെ. ഞങ്ങൾക്ക് അറിയുന്നത് തന്നെയാണോ കുക്കുവിനെ രണ്ടുപേർക്കും അറിയത്തില്ലല്ലോ. അഭിഷേകിന് ലവർ ഇല്ല? ഇപ്പൊ ഇല്ല. അപ്പൊ കേൾക്കുന്ന എല്ലാ റൂമേഴ്സ് അല്ലേ? ഞാൻ കുറച്ച് എന്താണ് റൂമർ കേട്ടത്? പലരെയും വെച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളെ രണ്ടുപേരും വെച്ചല്ല. ഞാൻ പറയാം, കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുടെ പേര് വെച്ച്. കെ വെച്ചില്ല, ഇനി ആ കെ ആണല്ലോ പേര്. സാധാരണ ഡൗട്ട് അടിക്കുന്ന കുറച്ച് പേരുണ്ട്, അതിലാരും കെ വരുന്നില്ലല്ലോ. അതൊക്കെ കറക്റ്റ് ആണോ? ഞാൻ കല്ലൂനെയാണോ ഉദ്ദേശിച്ചത്? കല്ലൂനെയാണോ? കല്യാണിനെയാണോ ഉദ്ദേശിച്ചത്? അയ്യോ അല്ല, സോ സോറി. അല്ല, ഓക്കെ. പക്ഷെ കല്യാണിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് എന്തോ ഒരു പടമൊക്കെ വരച്ചെടുത്തില്ലേ കല്യാണിയുടെ? അപ്പൊ അതിന്റെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ കണ്ടു. കൊച്ചിയില് വന്നിട്ട് എന്റെ ക്ലോസസ്റ്റ് സർക്കിളില് ഒരാളാണ്. ഞാൻ, എന്റെ നേറ്റീവ് പാലക്കാടാണ്. അപ്പൊ ഞാൻ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ കുറെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ഒരു 3 വർഷമായിട്ട്, ഞാൻ 3 വർഷം മേലെ കൊച്ചിയില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്കൊരു ക്ലോസ് സർക്കിൾ കിട്ടിയ ഇപ്പൊ രഞ്ജിനി ചേച്ചി, അപ്പൊ രഞ്ജിനി ചേച്ചി, അതേപോലെ ഇപ്പൊ കല്ലു, അങ്ങനെ കുറച്ച് ക്ലോസ് സർക്കിൾ ഞാൻ ഭയങ്കര ഇൻഹാർട്ട് എടുത്തിട്ട് കുറച്ച് പേരുണ്ട്. അങ്ങനെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ. അഭിഷേക് നല്ലോണം പടം വരയ്ക്കും, അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് പടം വരച്ചു തന്നിട്ടുണ്ടോ? കുക്കുവിന്റെ പടം വരച്ചിട്ടുണ്ടോ?
നമ്മളിങ്ങനെ ഒന്നും വരയ്ക്കത്തില്ല, നമ്മളിങ്ങനെ ചോദിച്ചു വരയ്ക്കണം. അല്ല, ആ, വരച്ചു തന്നിട്ടുണ്ട്. ഉണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ വരച്ച ആൾക്കാരെ ഇവരൊക്കെ. അതെ. അല്ല ഉണ്ട്. ഉണ്ട്. കൊറേ വട്ടം ചോദിച്ച പിന്നെയാണോ ഇതുപോലെ സർപ്രൈസ് അല്ല. ആയിട്ടാണോ? എത്ര പ്രാവശ്യം ചോദിച്ചു? അല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇനീഷ്യലി എനിക്ക് നമ്മുടെ സ്വന്തം ആൾക്കാരെ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. വരയ്ക്കണ്ടേ, ഇതിപ്പോ ഫോട്ടോ എടുത്ത് ഇരിക്കുമ്പോ എനിക്ക് ബാക്കി പുറമെ ആൾക്കാർ വരയ്ക്കുമ്പോഴൊക്കെ ഞാനിപ്പോ ഇത് വരച്ചതിന്റെ ഒരു 5 കൊല്ലത്തിന് ശേഷമാണ്. ഇതിനൊരു ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. എന്തിനാ ഈ 5 കൊല്ലം എന്താ വരയ്ക്കാതിരുന്ന് ഇപ്പൊ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ എനിക്ക് നമ്മുടെ ആൾക്കാരെ വരയ്ക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു പോയിന്റിന് ശേഷം നിർത്തി, പരിപാടി നിർത്തി. അതിന് ചെറിയ പേഴ്സണൽ റീസൺസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഒരു 5 yearsന് ശേഷമാണ് ഞാൻ ഈ പെൻസിലും പരിപാടിയൊക്കെ പോയി വാങ്ങാൻ മുമ്പോഴാണ് മൊത്തത്തിൽ അപ്ഡേറ്റഡ് ആയി കിടക്കുന്നത്. പണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ പെൻസിലും കാര്യങ്ങളൊന്നും കിട്ടില്ല, ആമസോണിലോ അല്ലെങ്കിൽ ഇതിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഓരോ വേറെ വെബ്സൈറ്റ്സും അതും ഇതും തപ്പി പിടിച്ചൊക്കെ ആയിരിക്കും. ചിലപ്പോ ഒരു 1 week ഒക്കെ എടുക്കും ഒരു പെൻസിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ ടൂൾസ് കിട്ടാൻ. ഞാൻ ഇന്ന് റാൻഡംലി കിട്ടില്ല, ചുമ്മാ പോയി ഏതോ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ പോയപ്പോ A to Z എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഇതൊക്കെ അന്ന് വാങ്ങാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടു. ഇപ്പൊ അത് ഈസിലി അവൈലബിൾ ആയി. പിന്നെ അങ്ങനെ ഒരു ഫ്ലോയില് വരച്ചതാ. പക്ഷെ അത് നിർത്തരുത് കേട്ടോ, ഇനി കണ്ടിന്യൂ. എന്താ അടിപൊളിയാ. ഞാൻ തന്നെ നെട്ടിപ്പോയി, ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നു കല്യാണി വരെ നെട്ടിപ്പോയി വരയ്ക്കുന്നുള്ളതല്ലേ. കല്യാണമൊക്കെ ഇതാരാ വരച്ചതൊക്കെ. അത് ഭയങ്കര കേട്ടോ, അടിപൊളി. അപ്പൊ ഇനി പേഴ്സണൽ റീസൺ ആയതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല. പക്ഷെ ഇനിയും വരയ്ക്കുക കേട്ടല്ലോ, വരയാൻ നിർത്തരുത്. നിങ്ങൾ ഫൈറ്റ് കൂടാറുണ്ടോ റീൽ ഷൂട്ടിന്റെ ഇടയ്ക്ക്? അതേ ഉള്ളൂ. നല്ലോണം ഫൈറ്റ് കൂടി ഒരു ഷൂട്ട് ക്യാൻസൽ ആയി അങ്ങനെ ക്യാൻസൽ ആക്കത്തില്ല, പക്ഷേ അടികൂടും. ഇപ്പൊ കുറച്ച് കുറവാണ്. ഇപ്പൊ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെയാണ് പോകുന്നത്. പണ്ടൊക്കെ ഈ തമിഴ്നാടത്തെ ഈ എന്താണ് കുടമൊക്കെ വെച്ചിട്ടുള്ള അടിയില്ലേ, അതുപോലെയൊക്കെ ആയിരിക്കും. ലാസ്റ്റ് ആരെ കോംപ്രമൈസ് ചെയ്യണം? നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഫൈറ്റ് കൂടാന്ന് വിചാരിച്ചു. ആദ്യം ചുമ്മാ സോറി പറഞ്ഞേടാ, മിണ്ടെന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരും നീ സോറി ഒന്നും പറയില്ല, ഞാനും പറയില്ല. അതൊരു പോയിന്റിൽ അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അങ്ങനെ സോറി സോറി അങ്ങനെയൊന്നുമില്ല. അടി കൂടും, പിന്നെ ചിലപ്പോ നമ്മൾ തന്നെ അത് മറക്കും അടിയൊക്കെ കൂടിയെന്ന്. പിന്നെ അങ്ങനെ വന്നിട്ട് വന്നിട്ട് അയ്യോ അടി കൂടിയതാണല്ലേ, ആ ഒരു ഇതിലൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ ഫ്ലോയില്. ഈ പണ്ട് നിങ്ങൾ ഇപ്പൊ എത്ര ഡിഫറൻസ് ഉണ്ട് ബ്രദറും സിസ്റ്ററും തമ്മില്? എത്ര തോന്നും? 5, 5. ആരാ യങ്ങറ്? ഇല്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പേര് ചോദിച്ചായിരുന്നു. ചേച്ചിയാണല്ലേ? ഒന്നുമില്ലല്ലോ. അവർക്ക് എല്ലാവർക്കും ഒരു കണ്ണട വെച്ചു കൊടുക്കണം. കുക്കുനെ കാണാൻ നല്ല ചെറുപ്പായിട്ട് എനിക്ക് ഭയങ്കര മുതുക്കനായിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, കുക്കു നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ശരി, എന്നാ നിങ്ങൾ രണ്ടുപേരും നടത്തിക്കോ. അയ്യോ എന്തായിരുന്നു പേര്? പ്രശ്നാവല്ലോ. ഹായ് കെന്ന, നല്ല രസമുണ്ട് കേട്ടോ. കളർഫുൾ വന്നപ്പോ തന്നെ നോക്കിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആയിക്കോട്ടെ. 3 വയസ്സ്. 3 വയസ്സിനേ ഉള്ളൂ? ഓക്കെ. ഞാൻ അടുത്ത് നിങ്ങൾ തമ്മിൽ നല്ലൊരു 5 or 6 വയസ്സ് ഡിഫറൻസ് ഒക്കെ. അല്ല അതെന്താ എന്റെ അത്രയും അല്ല, അടക്കട്ടെ. ഒരു കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ മേക്ക് ഓവർ ചെയ്ത് സെറ്റായി വന്നിരുന്നിട്ട് 5-6 വയസ്സ്. കെന്നെയാണ് കേട്ടോ ഇത് പറഞ്ഞത്. കുറച്ചു ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ബാധിപ്പായിരുന്നു. ബാധിപ്പെന്നാണോ പറയാ? അത് എഫക്ട് ആയിരുന്നു. സീരിയസ്ലി എന്റെ അടുത്ത് ഇന്ന് രാവിലെ അടക്കം ചോദിച്ചു, അയ്യോ അനിയത്തിയായിരുന്നോ ചേച്ചിയായിരുന്നു? പിന്നെ ഞാൻ അവന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. റീൽസിലൊക്കെ കുക്കു ഭയങ്കര മെച്ചുവർ റോളൊക്കെ അല്ലേ, മേക്കപ്പ് ഒക്കെ ഇടുന്നു, സാരി ഇടുന്നു. ഇപ്പോഴാണല്ലോ ഞാൻ നേരിട്ട് നേരിട്ട് കാണുമ്പോ അങ്ങനെയല്ല. അപ്പൊ ആദ്യമായിട്ടാണ് അല്ലേ അത്ര ഡിഫറൻസ് ഒരാൾ പറയുന്നത്. സാരിയില്ല കുക്കു ഇരിക്കട്ടെ ഒരു സന്തോഷത്തിന്. അപ്പൊ നിങ്ങൾക്ക് ആകെ 3 വയസ്സ് ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ചെറുപ്പത്തിൽ എന്തെങ്കിലും പാരവെപ്പോ അല്ലെങ്കിൽ പേരൻസ് നിങ്ങളെ കൊണ്ട് ഭയങ്കരമായിട്ട് പൊറുതിമുട്ടിയിട്ട് അങ്ങനെ ഒന്നും ഇതായിട്ടില്ല? എനിക്ക് ഈ പൊറുതിമുട്ടലുണ്ടായിരുന്നു. എന്താ പറയട്ടെ? പറഞ്ഞു എന്തും തുറന്നു പറയാം ഇവിടെ. അതായത് ഓക്കെ, അങ്ങനെയല്ല, ഇവൻ ഇങ്ങനെ ഭയങ്കര പേടിപ്പിക്കും. അതായത്
പ്രത്യേകതരം സ്വഭാവമാണ്. ഇപ്പൊ സൈക്കിളിലൊക്കെ പോകുമ്പോ നമ്മളിപ്പോ പിന്നിലിരിക്കുകയാണ്, എണീച്ചിരുന്ന് കയറ്റത്തിലൊക്കെ ചവിട്ടുമ്പോ നമ്മൾ ഇങ്ങനെ പോവല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശബ്ദമുണ്ടാക്കും. അത് കേൾക്കുമ്പോ അവനൊരു സന്തോഷം. ഇത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്, പണ്ടും അനുഭവിക്കുന്നുണ്ട്. ഇതൊന്ന്. അടുത്തത് ഇപ്പൊ നമ്മള് പോസ്റ്റിന്റെ പാലം ചെറിയ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പോസ്റ്റിന്റെ പാലം അത് ചെറുതായിരിക്കുമല്ലോ. അപ്പൊ കെനാലിന്റെ ഇടയിലൂടെ ആയിരിക്കും ഈ പോസ്റ്റിന്റെ പാലം. അപ്പൊ നമ്മൾ കടക്കുന്ന ചെറുപ്പത്തിൽ പേടിയുള്ളൊരു സംഭവമാണല്ലോ. അപ്പൊ ഞാൻ ഓൾറെഡി അവൻ അങ്ങോട്ട് പാസ്സായിട്ട് ഞാൻ പാതിയിൽ നിൽക്കുമ്പോ അവൻ ഇങ്ങനെ ഇളക്കും. അപ്പൊ ഞാൻ പേടിക്കുമല്ലോ, അതിലൊരു സന്തോഷം. പിന്നെ മതിയല്ലേ? അയ്യോ, ഇതെല്ലായിടത്തും ഉള്ളതാല്ലേ? ഭയങ്കര നിങ്ങൾക്ക് എന്ത് മനസ്സുഖാണ് അതിൽ നിന്ന് കിട്ടുന്നത്, ഈ പേടിപ്പെടുത്തുന്നതിന്? പറയൂ. പ്രത്യേക മനസ്സുഖം. അല്ല, ഇതേപോലെ തിരിച്ചും കിട്ടാറുണ്ടല്ലോ. തിരിച്ച് ഞാൻ എന്താ ചെയ്തു? അമ്മനോട് പെടുത്തി കൊടുക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കും. ആ ഒരു സാധനം ഉണ്ട്. എന്നിട്ട് ഞാൻ ഇതുവരെ നിന്റെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പഴല്ലേ, പണ്ടത്തെ കാലം. പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അടിയും കിട്ടിയിട്ടുണ്ട് അമ്മയുടെ കയ്യിന്ന്. ഇല്ല, അമ്മ അടിക്കാറില്ല, വഴക്ക് പറയാറുള്ളൂ. ഓക്കെ. അമ്മ എല്ലാം പാരപണിക എല്ലാം കുക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അങ്ങനെയല്ല, മൊത്തത്തിലല്ല. അന്ന് ഇടയ്ക്ക് എനിക്ക് പാര പണിതിട്ടുണ്ട് ചെറുപ്പത്തിൽ. അമ്മ അത് അപ്പോട്ടെ ഇവള് ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? അപ്പൊ ഞാൻ ഇങ്ങനെ തല്ലാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് എന്നെ നിലവിളിച്ച് തല്ലീന്നാക്കും. ആ മൂഡ് അത് നിങ്ങൾ പിടിക്കാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ചില പണികൾ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ ഒരു പണി അങ്ങോട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് എങ്ങനെയല്ലേ? ഇവിടെ എന്നെ തല്ലാൻ വരുമ്പോ ഞാൻ അമ്മയെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല. അപ്പൊ ഇങ്ങനെ ചില സാഹചര്യം കിട്ടും. ഞാൻ അപ്പോഴേ ആക്ടിങ് സ്കില്ലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജന്മന നല്ല കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾ. കൂടിയ കുട്ടികളാ. ഈ റീൽസിലേക്കൊക്കെ പോകുമ്പോ പേരൻസിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം നിങ്ങൾ ഒരുപാട് റീലില് അല്ലാതെ ഓൺ വോയിസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്നുള്ളത്. സോ അവരെ കുറിച്ച് നമുക്ക് പറയാം. എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും ഇതിനോട് എങ്ങനെ ഓക്കെ ഒക്കെ പറഞ്ഞേ? ഇനീഷ്യലി ഉള്ള കാര്യം പറയാവോ? ഇനീഷ്യലി എല്ലാം വീട്ടിലുള്ള പോലെ ലൈക്ക് അമ്മ ഫൈൻ ആയിരുന്നു, അച്ഛൻ ഫൈൻ അല്ലായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ ഇവർ രണ്ടുപേരും സേഫ് ആവും, ഇതിലങ്ങ് പോയി കഴിഞ്ഞാൽ നന്നാവും എന്ന് അവർക്ക് തോന്നിയ സമയം തൊട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും ഭയങ്കര പൂക്കിയാണ്, ഭയങ്കര പൂക്കിയാണ്. അതായത് നമ്മളൊരു ഏജ് കഴിയുമ്പോ പാരന്റ്സിന്റെ ആ ഒരു ചേഞ്ചും നമുക്ക് വരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പാരന്റ്സും നമുക്കുള്ളൊരു ഫാമിലി ഉള്ളൊരു കണക്ഷനും ഇപ്പൊ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ അവരുടെ എല്ലാ പരിപാടി, ലൈക്ക് നമ്മുടെ എല്ലാ പരിപാടിയിലും അവരുണ്ട്. നമ്മളെക്കാട്ടി എക്സൈറ്റഡ് ആണ് അവര് എല്ലാ ഒരു കാര്യത്തിനും. ഇപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഈ തമിഴ് ബിഗ് ബോസിലേക്ക് എങ്ങനെ പോയി? എങ്ങനെ പോയി? അതെങ്ങനെ എത്തിച്ചേർന്നു തമിഴ് ബിഗ് ബോസ്? ഇവിടെ മലയാളം ബിഗ് ബോസ് തന്നെ ആർക്കും എന്താ പറയാ നിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടഫാണ്. എങ്ങനെ തമിഴ് ബിഗ് ബോസിൽ പോയി? ഒരുപാട് ഫാൻസ്, എനിക്കൊന്ന് ക്യൂട്ട് അല്ലെ, പൂക്കിയായിരുന്നു അവിടെ ചെന്നിട്ട്, ഒരു പൂക്കിയായിരുന്നു കുക്കു. പൂക്കിയല്ല, മറ്റേ ആ സമയത്ത് ഇവൾക്ക് അധികം തമിഴ് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേഷനും കാര്യം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മലയാളം പ്ലസ് തമിഴ് വന്നപ്പോഴത്തേനും ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ കാണാതെ പിന്നെ ഓക്കെ, അത് ലവ് ടുഡേ എന്ന് പറഞ്ഞൊരു മൂവി തമിഴില് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രദീപ് രംഗനാഥൻ സാർ ഡയറക്ട് ചെയ്ത്. സോ അതിൽ ശ്വേത എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അത് നോട്ടീസ് ചെയ്തിട്ടാണ് തമിഴ് ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത്. സോ അങ്ങനെയാണ് ബിഗ് ബോസ്. അല്ല, ഈ ഫസ്റ്റ് ടൈം നമുക്ക് ഈ തമിഴ് ഇപ്പൊ ആകെ ലവ് ടുഡേ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബിഗ് ബോസ് എന്ന വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് എൻട്രി കിട്ടി. എന്തായിരുന്നു ഫസ്റ്റിലെ തന്നെ ഓക്കെ ആയിരുന്നു മൈൻഡിൽ, അതോ എന്തെങ്കിലും കൺഫ്യൂഷൻ? കാരണം ലാംഗ്വേജ് പ്രോബ്ലം, അവിടെ വരുന്ന എല്ലാരെയും തന്നെ അങ്ങനെ അറിയണം എന്നില്ല. അതായത് നമുക്ക് അധികം കാര്യങ്ങൾ അറിയുമ്പോഴാണല്ലോ നമുക്ക് ടെൻഷൻ കൂടുക. അധികം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ലൈക്ക് എനിക്ക് പോസ്റ്റ് ഹൗസിൽ പറയുന്ന പോലെ പേടിക്കാനും വേണ്ട ഒരു ബുദ്ധി. ഇവള് റിയൽ ലൈഫിലേ ഇവള് നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു, ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഉള്ളിൽ പോകുമ്പോ നമ്മൾ ഒരു ചപ്പാത്തി ചോദിച്ചതിന് മറ്റേ ഒരുമാതിരി അവരുടെ ആധാരം ചോദിച്ച എഫക്റ്റിലായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. ഇവരെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യണത് എന്ന്. പിന്നെ ഇത് പ്രോസസ് ചെയ്ത് തിരിച്ചത് മലയാളത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിന് തമിഴിലേക്ക് ആക്കിയത് പറയുമ്പോഴേക്കും അവരവരുടെ കൗണ്ടർ അടിച്ചിട്ട് അങ്ങ് പോയിക്കാ. അതിന്റെ
അല്ല ഇപ്പൊ ലൈക്ക് ഞാൻ എങ്ങനെ തിങ്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് ലവ് ടുഡേ ചെയ്തു. ഇനി അടുത്തത് ഫേസ് വാല്യൂ കൂട്ടണം നമുക്ക് എന്നുള്ളതായിരുന്നു ആ സമയത്ത്. ഫേസ് അറിയണം എന്നുള്ള രീതിയിൽ ലൈക്ക് ഫോർ ദ സിനിമ. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തു ബിഗ് ബോസിൽ. ഇപ്പൊ ഞാൻ അവിടെ പോയാലും ആക്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. ആൻഡ് ഞാൻ അവിടെ ചെറിയൊരു ആ സമയത്ത് മോണോലോഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ടിങ്ങിന്റെ ഒക്കെ. സോ എന്റെ എയിം അതായിരുന്നു. സിനിമ ആയിരുന്നു. സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആ ബിഗ് ബോസും കൊണ്ട് ഗുണം ഉണ്ടായോ? ലൈക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെയാണോ ലൈഫിൽ വന്നിരിക്കുന്നത്? ഫേസ് വാല്യൂ കൂടി. ഇപ്പൊ ലൈക്ക് അമ്മമാരും ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ കാണുന്നുണ്ടല്ലോ ബിഗ് ബോസ്. അപ്പൊ എല്ലാരും ഫേസ് വാല്യൂ കൂടിയിട്ടുണ്ട്. ചെന്നൈയിൽ നടക്കുമ്പോ തന്നെ അല്ലെ എല്ലാവർക്കും തന്നെ മനസ്സിലാവാറുണ്ട്. അക്ഷയ പാലക്കാട് ബോർഡർ കഴിഞ്ഞ അക്ഷയ ഉദയമർ മാസ്ക്. അതെ, ഫാൻസും കൊണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് നിങ്ങളുടെ ലൈക് തമിഴ് ബിഗ് ബോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റൂൾസ് ഒക്കെ ഭയങ്കര ഇതാണല്ലോ. കാരണം ഈ പ്രാവശ്യത്തെ ഒരു ഭയങ്കരമായിട്ട് വൈറലായ ഒരു ഈ പ്രാവശ്യം കണ്ടില്ല. റീൽസിൽ കുറച്ച് കണ്ടായിരുന്നു. ഒരാളെ ഇമ്മീഡിയറ്റ്ലി എലിമിനേറ്റ് ആക്കുക, അതാ ഓഡിയൻസ് ഒക്കെ ആഘോഷിക്കുക, ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. കുക്കുന്റെ ടൈമിൽ ഇങ്ങനെ തന്നെയായിരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും എവിക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഇനി മലയാളത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോകൂ? ഇല്ല, എനിക്ക് തോന്നുന്നു ഇനി സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനാണല്ലോ നമ്മള് ഇത് ചെയ്തത്, ഈ ഒരു പാർട്ടിലോട്ട് വന്നത്. സോ ഇനി സിനിമ ചെയ്യണം, അഭിനയിക്കണം. ഇനി അത് മാത്രമല്ല, അഭിഷേകിന് എങ്ങനെയാണ്? ഇങ്ങനെ ബിഗ് ബോസ് ഇൻട്രസ്റ്റഡ് ആണോ? മലയാളത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുമോ? അവസരം നമ്മൾ മുതലെടുക്കണല്ലോ. അതെ, ലൈക്ക് എനിക്കും മോർ ഇൻ ടു സിനിമയാ. ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോ സിനിമ, അപ്പോ അതിന്റെ എല്ലാ സൈഡിലും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ സിനിമ എന്ന് പറയാൻ ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരുടെ ആഗ്രഹം സിനിമയാണ്. ഇപ്പൊ ഓൾറെഡി നെക്സ്റ്റ് മൂവി അല്ലെ മാജിക് മഷ്റൂം, ആൻഡ് അഭിഷേകിന്റെ മൂവി ഒരു തമിഴ് മൂവി റിലീസ് ആവാനുണ്ട്, മലയാളത്തിൽ ഒന്നുണ്ട്. ഓക്കെ, മലയാളത്തിൽ ഒരെണ്ണമുണ്ട്. അപ്പം ഇതിലിപ്പോ ഒരുപാട് ഇപ്പൊ ന്യൂ കമ്മിങ് അല്ലെങ്കിൽ അപ്കമിങ് ഫേസസ് ഒക്കെ ഒരുപാട് മൂവീസിൽ വരുന്നു, നമ്മൾ സ്ഥിരം കാണുന്നു. അപ്പൊ ആസ് എ ആക്ടർ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ കാര്യങ്ങളും? ബേസിക്കലി ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ എൻ ഡോക്ടർ ഓർ എഞ്ചിനീയർ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കലി അല്ലെങ്കിൽ തിയറിറ്റിക്കലി പഠിച്ചിരിക്കണം. അപ്പൊ ദിസ് ഈസ് ഓൾസോ എൻ പ്രൊഫഷൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന്റെ തിയറിറ്റിക്കൽ നോളജ്, പ്രാക്ടിക്കൽ നോളജ്, എത്രത്തോളം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുക അത് ചെയ്യണം. ഇപ്പോ നമ്മൾ ഈ സിനിമ കണ്ടിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് മാത്രമല്ലാതെ ലൈക്ക് വാട്ട് യു ക്യാൻ ലേൺ, നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതിന് പണിയെടുക്കണം. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ലൈക്ക് തിയറിറ്റിക്കൽ വർക്ക്ഷോപ്സും ഡ്രാമ സ്കൂൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കലി കുറെ അറിഞ്ഞ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ലെൻസ് ആയിക്കോട്ടെ, ഒന്ന് വൈഡ് ഒന്ന് ക്ലോസ്. അപ്പൊ ഈ ക്ലോസ് ആകുമ്പോ എത്ര വേണം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. അതല്ലാണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡ് നമ്മൾ ഹോംവർക്ക് ചെയ്ത് വെച്ചാൽ ഇറ്റ് വുഡ് ബി ഈസി. ലിറ്ററലി ആ ഒരു ഹോംവർക്ക് ചെയ്ത് എല്ലാം അതെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പഠിച്ചു വെച്ചേക്കുന്നോണ്ട് നമുക്ക് എല്ലാം പഠിച്ചു വെക്കാൻ പറ്റില്ല, പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഓക്കെ, അക്ഷയ് എങ്ങനെ, സോറി കുക്കു എങ്ങനെയാ ഈ ലവ് ടുഡേ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു മൂവിയാണ് ലവ് ടുഡേ. അതിലിപ്പം ഇവാനി ആയിക്കോട്ടെ, ഷീ ഈസ് ഓൾസോ മലയാളി, ആൻഡ് കുക്കു ആയിക്കോട്ടെ, കുക്കു മലയാളി. എങ്ങനെയാണ് ആ ഒരു ടീമിന്റെ ഒപ്പം ജോയിൻ ചെയ്തത്? നീ ഏതാലോചിച്ച് ചിരിക്കുന്നത്? ആക്ച്വലി നമ്മളൊരു റീല് ചെയ്തായിരുന്നു, ചുമ്മാ ഒരു സോങ്ങിന് ഇങ്ങനെ ലിപ്സിങ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പൊ അത് ഏനോ മാരുത് ആ പാട്ടായിരുന്നു. അപ്പൊ അതിന് നമ്മളിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ പ്രദീപ് സാർ ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ആ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഓഡീഷൻ വിളിച്ചു, ഓഡീഷൻ വഴിയാണ് ഈ ക്യാരക്ടറിലോട്ട് വരുന്നത്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റർ ബ്രദർ കോമഡിയുടെ മലയാള സിനിമ ലോലിപോപ്പില് പൃഥ്വിരാജ് ആൻഡ് റോമയുടെ ആ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു ചേട്ടനെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസാല്ലേ. അതുപോലത്തെ ഒരു ചേട്ടനാണോ? അടിക്കാൻ പറഞ്ഞ പോയി അടിക്കും? അടിക്കോ? എന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എന്നെ കുറിച്ച് നല്ലത് പൊതുവെ പറയല് കുറവാണ്, അതുകൊണ്ട് ഉത്തരം പ്രതീക്ഷിച്ചത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വേണേ അപ്പുറത്തൊന്ന് പോയിട്ട് വരാം. ഞാൻ വേണേ ചെവി അടച്ചിരിക്ക, പറഞ്ഞു നോക്കൂ. അത് നീ കാണുമല്ലോ. അതെ 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 മാത്രമല്ലോ പറഞ്ഞില്ലേ.
അതെ അതേന്ന് വരുന്നത് തന്നെ വലിയ കാര്യമാണ്. അതെ ആണോ? ഇത്ര കുറച്ച് ഒരു ആൻസർ മുഴുവൻ ഞാൻ നല്ലത് പറഞ്ഞില്ലേ? ഇനി കുറച്ച് അപ്പുവേട്ടൻ പറയട്ടെ. ഇനി അങ്ങോട്ട് പറഞ്ഞേ. ഇപ്പൊ ഈ ലോലിപോപ്പില് പൃഥ്വിരാജിനും റോമയ്ക്കും ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സിങ്ക് ആവണം. അങ്ങനെ ഞാൻ ഫണ്ണി രീതിയിൽ ചോദിക്കാണ്. ഇപ്പൊ കുക്കു അങ്ങനെ പറയാണ്, എനിക്കും കൂടി ഇഷ്ടപ്പെടണം കേട്ടോ, എന്റെ നാത്തൂനെ എനിക്കും കൂടി ഇഷ്ടപ്പെടണം, എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളെ ഒന്നും കേറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ അപ്പുവിന്റെ ഉത്തരം എന്തായിരിക്കും? അങ്ങനെയല്ല, ഇതിവിടെ ബേസിക്കലി ഫസ്റ്റ് നമുക്ക് ഇവനെ പെണ്ണ് കിട്ടണം, എനിക്ക് പയ്യൻ കിട്ടണം, അത് തന്നെ ഒരു ടാസ്ക് ആണ് ഈ ഒരു ടൈമില്. ടാസ്കാ? വളരെ ടാസ്ക്. 90s kid, അയ്യോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് എ ഗേൾ ഫ്രണ്ട് ഓർ ലൈക്ക് പണിയാണ്. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ മുഖത്ത് നോക്കി നല്ല പ്രായമുണ്ടെന്ന്, ലൈക്ക് ഇങ്ങനെ എല്ലാരും വിചാരിച്ചു കഴിഞ്ഞാ. അല്ല ഞാൻ ചോദിച്ചത് ഇമാജിൻ ഇപ്പൊ അങ്ങനെ കുക്കു പറയാണെങ്കിൽ. എനിക്ക് പൊതുവെ എനിക്ക് ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ല. ഒരു മിനിറ്റ് എനിക്കിത് ഇവിടെ ചേച്ചി കെന്ന ചേച്ചി എല്ലാരും മാറ്റി കട്ട് ചെയ്തു, പ്രശ്നമല്ലോ. പറയൂ. അതായത് ഇവന് കല്യാണം കഴിക്കാം, വീട്ടുകാർക്ക് പ്രശ്നമില്ല. അല്ല എനിക്കിപ്പോ കല്യാണം കഴിക്കണം എന്നുള്ളതല്ല വിഷയം, പക്ഷെ ഞാൻ കല്യാണം കഴിക്കാൻ പറയണമ്പോ എല്ലാവർക്കും പ്രശ്നം. അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് എന്താ കുക്കു എന്താ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പണ്ട് മുതൽ ഇവള് കല്യാണം കഴിച്ച് പോകാന്നുള്ള ആലോചിക്കുമ്പോ എനിക്കൊരു സങ്കടം അല്ല. പിന്നെ വേറൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, കെട്ടിക്കൊടുക്കുവാണെങ്കിൽ എനിക്ക് അറിയുന്ന ഒരാളെ ഞാൻ കെട്ടിക്കൊടുക്കൂല. വെറുതെ അവൻ വഴി കൂടെ പോകുന്നവര്. നിങ്ങൾ വിശ്വസിക്കാൻ ലിറ്ററലി ഒരു 15 minutes കണ്ടിന്യൂസ് ആയിട്ട് അവൻ കരഞ്ഞു, അത് ഇമാജിൻ ചെയ്തിട്ട്. ഇപ്പഴല്ല, പണ്ട്. ഇല്ല, ഒരു 2 years. എനിക്കത് ഭയങ്കര പെട്ടെന്ന് പറഞ്ഞപ്പോഴേ അയ്യോ. ഞാൻ പറഞ്ഞു അപ്പൊ ശരി ഞാൻ കല്യാണം കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ ആളിങ്ങനെ താങ്ങാൻ പറ്റില്ലല്ലോ എന്റെ ദൈവമേ. അപ്പൊ കുക്കുവിന്റെ കല്യാണ സമയത്ത് കരഞ്ഞു ഇവനെ വെക്കണം. അതെ, ഒരു ക്യാമറമാനും അപ്പുവിന് തന്നെ ഒരു ക്യാമറമാനും വെക്കണം. അത്രയും സങ്കടമല്ലേ? ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ അപ്പുവിന്റെ ഫേസ് ഒക്കെ മാറി. വേറെ ആരെങ്കിലും ഒരാളെ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞത് കെട്ടിപ്പോക്കോ, കുഴപ്പമില്ല, എനിക്ക് കെട്ടിപ്പോണ്ട. അപ്പൊ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതെല്ലാം മായ്ച്ചാൽ നേരെ. ഈ കുക്കുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2 ക്വാളിറ്റിയും എന്നാ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു 2 ക്വാളിറ്റിയും. ആ രണ്ടാമത്തെ അവനെ നന്നായി പറയും. ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി പണിയെടുക്കാൻ ഭയങ്കര മടിയില്ലാത്തൊരു കൊച്ചാണ്. ഇപ്പൊ ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങള് ഭയങ്കര ഇഷ്ടത്തോടെ അതിനെ അക്സെപ്റ്റ് ഭയങ്കരമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യില്ലേ, ലൈക്ക് അങ്ങനെ ചെയ്യുന്ന അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. ചീത്ത ക്വാളിറ്റി ഇല്ല, വേറെ നല്ല ക്വാളിറ്റി. പിന്നെ ഷീ ക്യാൻ ഈസിലി മിങ്കിൾ വിത്ത് എവ്രി വൺ. പെട്ടെന്നൊരു സ്ഥലത്ത് പോയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓക്വേർഡ് അടിക്കില്ല, ഭയങ്കര ജെല്ലാവാനുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. അത് എനിക്ക് കുറവാ. ഞാൻ ഇപ്പോഴാണെന്ന് ലൈക്ക് ഞാൻ മറ്റേ പണ്ട് ഇൻട്രോവേർട്ട് ഞാൻ സ്റ്റേജിൽ പണ്ട് എന്റെ അമ്മ എന്റെ അനിയത്തി ഫാൻസി ഡ്രസ്സിനൊക്കെ കയറിപ്പോവും, ഭയങ്കര ചില്ല സെറ്റാ പോയി ഭയങ്കരമായിട്ട്. ഞാൻ മറ്റേ ഇതിൽ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് കൂടെ ദേവിയെ എന്ന് പറഞ്ഞ് പോകുമ്പോ എനിക്ക് തോന്നാൻ ഇപ്പൊ നല്ല ഇമ്പ്രൂവ് ആയി. ഞാനിപ്പോ അവന്റെ സ്റ്റേജിലോട്ട് വന്നോണ്ടിരിക്കണോന്ന് എനിക്ക് ഡൗട്ട്. വേറെ വഴിയില്ല, നമ്മളിവിടെ സോഷ്യലൈസ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. സർക്കിൾ കുറച്ചും കൂടെ വലിയതായല്ലോ, അപ്പുവിന്റെ സർക്കിളും വലിയതായപ്പം ഓക്കെ അപ്പൊ ജെല്ലാവും അല്ലേ? എവിടെ അത് എന്നെയും വീട്ടുകാർ പറയും, ഏത് കാട്ടിക്കൊണ്ടിട്ടാലും അവിടുന്ന് 4 പേരെ പിടിച്ചോണ്ട്. ശരിയാണ്, ആ ഒരു സാധനം ഉണ്ട്. ഞാനിപ്പോ ഇവിടെ കൊച്ചി വന്ന് 3 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സർക്കിൾ എല്ലാവരും അറിയാം. കുറെ സർക്കിൾ നമ്മൾ ടെക്നിക്കലി അറിയാം, ഫ്രണ്ട്സ് ആയിട്ടാണ് കുറെ പേര് അറിയാം, പക്ഷെ വെരി ക്ലോസ് പീപ്പിൾ അത്രേ ഉണ്ടാവുള്ളൂ എന്റെ. ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പരിപാടി പറഞ്ഞപ്പോ ചെന്നൈ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിത്തിൻ ഒരു 6 months ആരൊക്കെയോ വരും. ആരാ ആരാ ആ മൂടായിരിക്കും നമ്മൾ. ഇതവര്, ഇതവൻ, ഇതിവൻ, ഇതവൻ. ഓ ഓക്കെ, അല്ല അങ്ങനെയല്ല, അല്ല അവളും ഉണ്ട്. ലൈക് മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഇത് രണ്ടുമാണ് ക്വാളിറ്റീസ്. അല്ലാത്തത് ഒഴിവാക്കാം. ഇല്ല ഇനിയുണ്ടോ ക്വാളിറ്റീസ്? പോസിറ്റീവ് പറഞ്ഞോ? പോസിറ്റീവ് കുറെ ഉണ്ട്. ലൈക്ക് പിന്നെ നമ്മളെ രണ്ടുപേരും പാലക്കാട് ഒരു ചെറിയൊരു ഗ്രാമത്തിന്ന് അത്യാവശ്യം പറഞ്ഞ അങ്ങനെയൊന്നല്ല, അങ്ങനെ ഒരു പാലക്കാട് ഇപ്പൊ വള്ളിക്കോട് മുട്ടിക്കുളങ്ങര പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ഇപ്പൊ ഒരു സിനിമ ഇവിടം വരെ എത്തണമെങ്കിൽ പുള്ളിക്കാരി എടുത്ത എഫേർട്ട്. അപ്പൊ എല്ലാവരും ഈ ഇപ്പൊ ഒന്നാമത് നമ്മൾ പണ്ടൊക്കെ സിനിമ ഇറങ്ങുമ്പോ ഇത്ര സിനിമ ഇറങ്ങുള്ളൂ. ഇന്നിപ്പോ ഒരു ദിവസം ഇറങ്ങുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും സിനിമാസ് ആണ്. സോ അങ്ങനെയുള്ളൊരു
സിനിമാ ലോകത്തിലേക്ക് ഇറങ്ങാനും അതില് എഫേർട്ട് എടുത്ത് അത് ഒരുവിധം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് വർക്ക്ഔട്ടായി. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു 1-2 മൂവി ചെയ്തു, ലൈക്ക് ഇപ്പൊ ഒരു മൂവി റിലീസ് ആവാൻ പോണു. സോ അങ്ങനെ പറയുമ്പോ അതിനനുസരിച്ചുള്ള പണി എടുത്തിട്ടുണ്ട്. അതങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന പരിപാടിയോ അല്ലല്ലോ. അപ്പൊ കിട്ടുന്ന പരിപാടി ഹോൾഡ് ചെയ്ത് വെക്കാനും അറിയാം. അപ്പൊ അത് നല്ലൊരു ബെസ്റ്റ് കോംപ്ലിമെന്റ് ആണ്. ഇനി ഒട്ടും ഇഷ്ടമല്ലാത്ത ഈ 2 ക്വാളിറ്റീസ് അങ്ങ് മാറ്റി വെച്ച് ഇവിടെ സൂപ്പർ ആണെന്ന് തോന്നിയേക്കുന്ന ആ 2 ക്വാളിറ്റി. മൂഡ് സ്വിങ്സിന്റെ മറ്റേ അത് എല്ലാവർക്കും ഉള്ളതാ. ഇത് മറ്റേതാ നീല പച്ച മഞ്ഞ എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. 2020 നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ ഇന്ന് ഗോപിക്കുറി ഇല്ലെങ്കിൽ ചന്ദ്രൻ ആ മൂഡായിരിക്കും. അപ്പൊ രാവിലെ എണിച്ച് നോക്കി അറിയാം അന്ന് ഏത് മൂഡാണെന്നുള്ളത്. അത് അടുത്തറിയുന്നവർക്ക് മനസ്സിലാവും. നല്ലോണം ഉണ്ടാവും. അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പണിയാണ്, നമുക്ക് ശീലമായി. ഇനി അഭിഷേകിന്റെ ഒരു 2 പോസിറ്റീവ് ക്വാളിറ്റീസ്, അതുപോലെ തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത 2 ക്വാളിറ്റീസ്. അതേതാ പറയുന്നത്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ്. ഇല്ല പറയാം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പോസിറ്റീവ് പറയാത്ത പറഞ്ഞാൽ ഞാൻ. അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ ഏട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചില സമയത്ത് ഇപ്പൊ ചില കാര്യങ്ങളില് ഒരു കാര്യം പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ കുറച്ച് ടൈം എടുക്കുമ്പോഴേക്കും ഞാൻ ചിലപ്പോ റെസ്റ്റ്ലെസ് ആവാറുണ്ട്. പക്ഷെ ഏട്ടയുടെ കാര്യത്തിൽ എങ്ങനെ വെച്ചാൽ ഒരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഡീപ്പ് പഠിക്കും. ഡീപ്പ് അതിനെ കുറിച്ച് പഠിച്ച് അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ മാത്രല്ല, ഇപ്പൊ അവന് എവിടെ കൊണ്ട് ഇട്ടാലും ഇത് പഠിക്കണം, ഇതാണ് വർക്ക്, ഇത് നീ പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചെടുക്കും. കാരണം ഫസ്റ്റ് അവൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് സ്റ്റേജിനൊക്കെ ഭയങ്കര പേടിച്ച ആളായിരുന്നു. പക്ഷെ അതെല്ലാം ബ്രേക്ക് ചെയ്ത് ഇത്രയും ലൈക്ക് എല്ലാ ഇപ്പൊ അവന് ആ ഡയറക്ഷൻ പറഞ്ഞില്ലേ, അതറിയാം. ഡയറക്ഷൻ സൈഡ് ഈസ് ട്രൈയിങ്, ഈസ് ഡൂയിങ് ഇറ്റ്. ആൻഡ് പറയാവോ അത്? ടെക്നിക്കൽ സൈഡ്സ് മധു വിധുവിന്റെ പ്രൊമോഷൻ സോങ് ഡയറക്ട് ചെയ്തത് ഏട്ടനാണ്. സോ ഡയറക്ഷൻ സൈഡ് അറിയാം. പിന്നെ ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യും. അതുപോലെ തന്നെ ആക്ടിങ്ങും ഫസ്റ്റ് ഏട്ടൻ കോൺഫിഡന്റ് ആയിരുന്നില്ല, പക്ഷെ അതവൻ പഠിച്ചെടുത്തതാണ്. അങ്ങനെ ഒരു കാര്യം അവൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കും ഡീപ്പായിട്ട്. അങ്ങനത്തെ ഒരു ഗുഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നൊരു ക്വാളിറ്റി ഇപ്പൊ വന്ന ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. ഞാൻ മുന്നേ നെഗറ്റീവായിട്ട് പറഞ്ഞൊരു സംഭവം അവൻ മാറ്റി എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, എസ്പെഷ്യലി നമ്മള് പൊതുവെ സ്ത്രീകളെ മനസ്സിലാക്കാൻ കഷ്ടം എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ അവൻ എന്താ പറയാ, ഇപ്പൊ ഈ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ലൈക്ക് ഏട്ടൻ അത് അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര മനസ്സിലാക്കി നിക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ലേ, അത് ഭയങ്കര മാറി. ലൈക്ക് അത് ഏട്ടനാണെന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിലും എനിക്ക് അതിന്റെ ചേഞ്ച് നന്നായി മനസ്സിലാവുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ഒരു പീസ് തരും ലൈഫില്. സോ അങ്ങനത്തെ 2 ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ട്. ഒട്ടും ഇഷ്ടമല്ലാത്തത് അയ്യോ അതിനു വേണ്ടി തന്നെ പറയണം. എനിക്ക് പറഞ്ഞേ പറ്റും. ഫോഴ്സ്ഫുള്ളി പറയാൻ ശ്രമിക്കുക. അതൊക്കെ ഞാൻ ആലോചിച്ച് നോക്കട്ടെ. ഞാൻ നിന്നെ പോലെ ഇങ്ങനെ പോയിന്റ് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ പിന്നെ വെച്ചിട്ടാണല്ലോ, പോക്കില്ല. ഇന്ന് നമുക്ക് 2-1 അറിഞ്ഞിട്ടോ. ഈ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. അതിപ്പം കുറച്ച് ഞാൻ മാറ്റിയതാണ് എന്റെ ഫസ്റ്റ് നെഗറ്റീവ് തിങ്സ്. പെട്ടെന്ന് ഒരാൾ നമ്മുടെ ഇപ്പൊ ഒരു ഷൂട്ടിനൊക്കെ ആണെങ്കിലേ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തീർക്കണം, അത്ര എന്റെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. കാരണം എൻഡ് ഓഫ് ദ ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ്. പിന്നെ ഒരു പോയിന്റിലാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കൂടെ നമ്മൾ ആലോചിച്ച് ചെയ്യുമ്പോ അത് കുറച്ചും കൂടെ വർക്ക് ആവും. എന്റെ ഒരു ഭയങ്കര നെഗറ്റീവ് പോയിന്റ് അതൊന്നായിരുന്നു. ഭയങ്കര ഞാൻ ഷൂട്ടൊക്കെ ചെയ്യുമ്പോ ഇതിലേക്ക് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഈ പറഞ്ഞ കുറച്ച് ഡയറക്ഷൻ ചെയ്യുന്നു. അപ്പൊ അതിലും ഞാൻ കുറച്ച് ഫോളോ ചെയ്ത കാര്യങ്ങള് നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും, പക്ഷെ അത് മറ്റുള്ളവരുടെ മേലെ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ ഷൂട്ട് തീർക്കണം, എന്റെ മെന്റിലെ ടെൻഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൺ സ്ക്രീൻ നിൽക്കുന്നവന്റെ അടുത്തോ അഭിനയിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് എന്താ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഉള്ള കോൺഫിഡൻസ് അപ്പൊ അവന്റെ സൈഡിൽ നിന്നും കൂടെ നിന്ന് ചെയ്യുവാണെങ്കിൽ രണ്ടും സ്മൂത്ത് ആയിട്ട്. നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ, സ്റ്റിൽ തിങ്കിങ് ആണ്. ഭയങ്കര മറ്റേ മ്യൂസിക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചാ മതിയോ നിങ്ങൾ? അല്ല ഞാൻ കമന്റ് ഇടുന്നത് പിന്നെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചാൽ മതിയോ യൂട്യൂബിന്റെ? അപ്പൊ ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത. അല്ല അങ്ങനെ ഓവർ തിങ്കിങ് ആയിരുന്നു. ഓക്കെ ഐ ആം വെരി മച്ച് ഓവർ തിങ്കിങ് പേഴ്സൺ. ഞാൻ കൂടുതൽ എന്റെ കാര്യങ്ങൾ ബിസി ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓവർ തിങ്ക് ചെയ്ത് കൊളവാക്കണ്ടെന്ന് പറഞ്ഞു.
ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി എല്ലാവരും ഓവർ തിങ്ക് ചെയ്ത് കൊളവാക്കല്ലേ. ഞാൻ ഓവർ തിങ്ക് ചെയ്ത് കുറച്ചതിനെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ആലോചിക്കും. ഇപ്പൊ ഒരു കാര്യം നടന്നില്ല, അപ്പൊ ഞാനത് പിന്നെ പോയി ഇത് നടക്കാത്തതിന്റെ റീസൺ മേ ബി അതുകൊണ്ടായിരിക്കാം. എപ്പോഴും നമ്മൾ അയ്യോ അത് നടന്നില്ല, നീ ഇപ്പൊ എനിക്ക് ഇനി കഴിവില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കല്ലോ. മറ്റേ നീ നശിച്ചു പോവാടാ, അങ്ങനെ കുറെ മറ്റേ ഡയലോഗ്സ് ഒക്കെ ഓടുമല്ലോ ഇങ്ങനെ, ആ മോഡിൽ ഇങ്ങനെ SFX ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഒരു പോയിന്റില് മറ്റേ കുറച്ച് പോസിറ്റീവ് സൈഡിൽ നിന്ന് ആലോചിച്ച് അത് ശരിയാക്കാൻ തുടങ്ങി. ഇത് രണ്ടോ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട്. നെഗറ്റീവ് എന്നല്ല, ലൈക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് പറയാൻ തോന്നാത്തത്. വർക്ക് ചെയ്യുന്നുണ്ടല്ലോ.